നീക്കി സലാമത്തേകണി ഹന്നാനേ ദുഃഖത്തിൻ മാറാല നീക്കിടേണി നീ സുബ്ഹാനേ. ഓക്കെ അഷ്റഫ്, ഇഷ്ടപ്പെട്ടോ? ചേട്ടാ സങ്കടം വന്നു എനിക്ക്. എന്തോ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ എന്റെ കൂട്ടുകാരി ലൈല ഉണ്ട്, അവള് പാടിക്കൊണ്ടിരുന്ന സ്ഥിരമായിട്ട് പാടുന്ന പാട്ടായിരുന്നു. പഴയ ഞാന് ദാസേട്ടൻ ഫാനായിട്ട് മറ്റേ എല്ലാ തരം പാട്ടുകളും കേൾക്കും ദാസേട്ടന്റെ. അതില് എനിക്ക് അടിപൊളി ഇഷ്ടപ്പെട്ട നല്ല പാട്ട് രസമല്ലേ? തോന്നുന്നു. ഭയങ്കര ഫീൽ ആണ് ദാസേട്ടന്റെ പാട്ട് കേൾക്കാൻ. ശരിക്കും ഇപ്പം മാഡം പറഞ്ഞതേ ഉള്ളൂ, നമുക്കൊക്കെ ആ ഫീല് വരും, കരയുന്ന ഫീല് വരും അത് കേൾക്കുമ്പോൾ. അത്ര ഒരു ശരിക്കും ആ ദൈവമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന പോലെ നമുക്ക് തോന്നും, ഒരാള് കഷ്ടപ്പെട്ട് സത്യമാണ്, പ്രാർത്ഥിക്കുന്ന ഒരു ഫീല്. ഭയങ്കര ഇഷ്ടമാണ് കേൾക്കുമ്പോ. ആരായാലും അതൊരു പ്രത്യേക ഫീലാണ്. ഈ നമ്മുടെ അഷ്റഫ് പറയുന്നു അടിപൊളി, പറയാൻ വാക്കുകളില്ല, അത്രയും മനോഹരം, ചങ്കേ കൽവേന്ന് വിളിക്കുന്നു. സത്യമാണ് കേട്ടോ, അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വന്ന വാക്കുകളത്. ഏസ് ഗുഡ് ഈവനിങ് പറയുന്നുണ്ട്. ഹായ് അങ്കിളുടെ ആരിത് അജയ് പറഞ്ഞിട്ട് ഒരാള് വന്നേണ് വന്നേക്ക് നോക്ക്, പറയുന്നുണ്ട്. ഓ അല്ല താഴോട്ട് നോക്ക്. അതെ അതെ അതെ, ജാഫർ അടിപൊളി എന്ന് പറയുന്നുണ്ട്. കഴിച്ചോ ചോദിക്കുന്നുണ്ട്. ആ അടിപൊളി അളിയാ, അളിയെത്തി, ഞാൻ പോട്ടെ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു അഷ്റഫ്, താങ്ക് യു താങ്ക് യു. ആഹാ ഇതാരാ, എന്നെ ഓർമ്മയില്ല അളിയാ, അതാണ് ഞാൻ സത്യത്തിൽ പിന്നെ ഓർമ്മയില്ലാണ്. സെമീർ ബ്രോ അന്നേരം എന്നെ പോക്കാ പോയെ, കഷ്ടമായി പോയി എന്നെ കേട്ടോ. ഞാൻ മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ ഓർമ്മയുണ്ട്, പറഞ്ഞേ. ഓർമ്മ ഞാൻ നേരത്തെ പറഞ്ഞു തിരുമേനയുടെ കാര്യം. പിള്ളേച്ചാന്ന് വിളിക്കുന്നുണ്ട്. പാട്ട് വന്നോ പോയി എന്ന് പറയുന്നുണ്ട്. മരം വിളിക്കുന്നുണ്ട്. ഹായ് ചേച്ചി അറിയുമോ ചോദിക്കുന്നുണ്ട്. സെമീർ ഇന്നലെ എന്താ, സെമീറിന്റെ കമന്റ്സ് ഇന്നലെ സ്പാം ആയിരുന്നു, ഞാൻ മനഃപൂർവ്വം വായിക്കാത്ത ഒന്നും അല്ല. സെമീർ ഇന്നലെ പിണങ്ങിപ്പോയത് ശരിയായില്ല കേട്ടോ. സെമീറെ മരത്തിൽ വരാമെന്ന് പറയുന്നുണ്ട്. സെമീർ ആശ്രയിച്ചിരിക്കുന്നു. ആശ്ര എവിടെയായിരുന്നു, എത്ര നേരം കാത്തുന്നത്. ചേട്ടൻ 3-4 പാട്ട് പാടിക്കഴിഞ്ഞു, അടിപൊളി പാട്ട് അറിയാവോ. എല്ലാം എല്ലാവരും കൈ കൈക്കൊട്ടി പിടിച്ച് പൊളിച്ച് അടിച്ചു പൊളിച്ചു. ആൾക്കാർ ഇതൊക്കെ വന്നു എന്നാ തുടങ്ങി. സ്ഥിരം ടീമായി വരുന്നത് അജയ്. ഇപ്പോഴാണ് സ്ഥിരം ടീം വന്നത്, അവരൊക്കെ തെറ്റിദ്ധരിച്ച് ലൈവ് മാറിപ്പോയി. അതെ അതെ. ഇത് രാജീവന്റെ ലൈവാണ്, ഞാൻ ചുമതല കയറിയതാ. അങ്ങനെ അത് ശരി. കണ്ണടിട്ട ആള് രാജീവന്റെ ലൈവിൽ ചുമതല കയറി, ക്ഷണിച്ചിട്ട് വന്ന സെലിബ്രിറ്റിയാണ് തിരുമേനി. ഞാൻ ഞാൻ നേരത്തെ കണ്ടിട്ട് എനിക്ക് ഡൗട്ട് അടിച്ചു, അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഓ പോട്ടെ വേറെ താരയുടെ അല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാൻ നൈസായിട്ട് വിട്ടേക്കാന്ന് വിചാരിച്ചു. എന്നാലും ഒരു ലൈക്ക് ഇട്ട് പോകാൻ വിചാരിച്ചു. അതെ അതെ സത്യം. ശരി, എന്താണ് അച്ചു? തിരുമേനി ഹായ് പറഞ്ഞു സെമീർ ബ്രോ. ഞാൻ സെമീർ ചായ ബ്രോക്ക് കുടിച്ചോ? പോയിട്ടുണ്ട് കേട്ടോ. സെമീർ ബ്രോയെ ഈ പിൻ ചാനൽ സബ് അല്ലെങ്കിൽ ഒന്ന് സബാക്കിയേക്കണേ. സെലിബ്രിറ്റി അത്രേ, പാട് രാജീവേട്ട. അതെ 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 അതെ, എന്നെ ഓർമ്മയുണ്ടോ താര. പിന്നെ എന്താ തിരുമേനി, തിരുമേനി എന്റെ ലൈവിലൊന്നും വരുന്നേ ഇല്ല കേട്ടോ. ശരി തിരക്കി തന്നെ സെമീർ വിളിക്കുന്നു. ചേട്ടാ ഒരു അടുത്ത പാട്ട് പോട്ടെ ചേട്ടാ, അതെ എല്ലാരും കേൾക്കാൻ കാത്തിരിക്കുന്നു. സെമീർ ബ്രോയ്ക്ക് വേണ്ടി, നമ്മുടെ ആസ്മയ്ക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി. അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി നിലവിൻ മറந்த ചഷകം നിലവിൻ മറந்த ചഷകം നെഞ്ചിൽ പതഞ്ഞ രാത്രി അനുരാഗലോലഗാത്രി വരവായി നീലരാത്രി ലയലാസ്യ കലാകാന്തി സഖി നിന്റെ രൂപമേന്തി മാരന്റെ കോവിൽ തേടി മായാമയൂരമാടി മായാമയൂരമാടി ഒളിത്തേടി നീലാപ്പൂക്കൾ ഒളിത്തേടി നീലാപ്പൂക്കൾ
വീഴും